പശ്ചിമേഷ്യയിലെ യുദ്ധസംഘർഷത്തിൽ റഷ്യയും ചൈനയും ഇറാനെ സൈനിക സഹകരണത്തിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും സഹായിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരായ യുദ്ധത്തിൽ റഷ്യയും ചൈനയും തങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് ഇതാദ്യമായാണ് ഇറാൻ തുറന്നു സമ്മതിക്കുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും ഇറാന്റെ നിർണായക പങ്കാളികളാണെന്ന് അരാഗ്ചി വ്യക്തമാക്കി. ഇറാനിലെ എണ്ണക്കമ്പനികൾക്കോ ഊർജ്ജ സ്രോതസ്സുകൾക്കോ നേരെ ആക്രമണം ഉണ്ടായാൽ അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള പ്രാദേശിക ആസ്തികൾക്ക് നേരെ തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും UAE വഴി തങ്ങൾക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ടെന്നും അരാഗ്ചി ആരോപിച്ചു. ഇറാനും റഷ്യയും ചൈനയും തമ്മിൽ രഹസ്യമായി സൈനിക സഹകരണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ചൈനയും റഷ്യയും ഇറാന്റെ തന്ത്രപ്രധാന പങ്കാളികളാണ്. സംഘർഷത്തിൽ അവർ സഹകരണം നൽകുന്നുണ്ട്. അതിൽ സൈനിക സഹകരണം ഉൾപ്പെടുന്നു എന്ന് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അരാഗ്ചി വ്യക്തമാക്കി. മുൻകാലങ്ങളിലും തങ്ങൾ തമ്മിൽ കടുത്ത സഹകരണമുണ്ടായിരുന്നുവെന്നും അത് ഇന്നും തുടരുന്നുണ്ടെന്നും അതിൽ സൈനിക സഹായവും ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും ഈ രാജ്യങ്ങളുമായി നല്ല സഹകരണമാണ് ഇറാൻ പുലർത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും രാജ്യം സ്വീകരിക്കുന്ന സഹകരണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം വിസമ്മതിക്കുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കാൻ ഉടനെയൊന്നും ഇറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അരാഗ്ചി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇന്ധനക്ഷാമത്തെക്കുറിച്ചും വില വർധനവിനെക്കുറിച്ചും വിശദീകരിച്ച അദ്ദേഹം ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% കടന്നു പോകുന്ന ഖാർഗ് ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക അടുത്തിടെ നടത്തിയ ആക്രമണത്തിന്റെ ആഘാതത്തെക്കുറിച്ചും പരാമർശിച്ചു. ഞങ്ങളുടെ എണ്ണ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടിക്കുമെന്ന് ഞങ്ങളുടെ സായുധ സേന ഇതിനകം മറുപടി നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു അമേരിക്കൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ കമ്പനിക്ക് ഓഹരിയുള്ളതോ ആയ മേഖലയിലെ ഏത് ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറിനും നേരെ അവർ ആക്രമണം നടത്തും. അതിനാൽ ഞങ്ങളുടെ പ്രതികരണം വ്യക്തമായിരിക്കും. ഇറാന്റെ സൈനിക ശക്തിയെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു. UAEയുടെ മണ്ണിൽ നിന്ന് അമേരിക്കയുമായി ചേർന്ന് ടെഹ്റാനിൽ ആക്രമണം നടത്തിയതിന് അദ്ദേഹം UAEയെ കുറ്റപ്പെടുത്തി. ഇറാനെതിരെ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ ഉപയോഗിക്കുന്നത് അപകടകരമാണെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാൻ ആക്രമണം തുടരുക തന്നെയാണ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്ത് ഡ്രോൺ അവശിഷ്ടം പതിച്ചു. സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചെന്ന് അധികൃതരും അറിയിച്ചു. ഇന്ധന ടാങ്കിലാണ് ഡ്രോൺ അവശിഷ്ടം പതിച്ചത്. തീയണയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്നുമാണ് അധികൃതർ അറിയിച്ചത്. ഇതിനിടെ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി UAEയിലെത്തി. UAE വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സായിദുമായി ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി നിർണായക ചർച്ചയും നടത്തി. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണ്. UAE പ്രസിഡന്റുമായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ സംസാരിച്ചു. സഹോദര രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ സുപ്രധാന ചർച്ച നടന്നുവെന്ന് UAE വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അടിയന്തരമായി യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് സൗദിയും UAEയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം US-മായി ചേർന്ന് ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയുണ്ടായ യുദ്ധം 17ാം ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ച് ഇതിനോടകം 1500-ലധികം പേർ ഇറാനിൽ മാത്രമായി കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന വിവരം. 17,000-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് റെഡ് ക്രോസ് അവസാനമായി പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത്. യഥാർത്ഥ കണക്കുകൾ അതിലും കൂടും. യുദ്ധം മുറുകുന്നത് എണ്ണവില വർദ്ധിക്കാനും LPG വിതരണത്തിൽ നിലവിലുള്ളതിനേക്കാൾ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കാനും സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.